എപ്പിസോഡ് തുടങ്ങുന്നതിന് നമ്മുടെ ഷിയുവിനെ കാണിച്ചുകൊണ്ടാണ്. ഇവിടെയായിട്ട് നമ്മുടെ പേസങ് ആണെങ്കിൽ ഷിയുവിന് വേണ്ടിയിട്ട് ഒരു ലിഫ്റ്റ് ഓഫർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ ഡിന്നർ കഴിക്കാൻ വേണ്ടിയിട്ട് വിളിക്കും. നമ്മുടെ ഷിയു ആയിരുന്നാലും അത് വേണ്ടാന്ന് പറയത്തൊന്നുമില്ല, അവൾ അത് അക്സെപ്റ്റ് ചെയ്യും. അങ്ങനെ അവർ രണ്ടുപേരും ഡിന്നർ കഴിക്കാൻ വേണ്ടി വരും. ആ സമയത്ത് തന്നെയാണ് നമ്മളുടെ യു ആയിരുന്നാലും ഷിയുവിനെ അന്വേഷിക്കുന്നത്. അവനാണെങ്കിൽ നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. അവൻ നമ്മളുടെ ഷിയുവിന് ഇഷ്ടം പോലെ മെസ്സേജും കോളും ഒക്കെ ചെയ്യും. എന്നാൽ അവൾ അതെല്ലാം ഇഗ്നോർ ചെയ്ത് വിടുക ചെയ്യുന്നത്. ഇതെല്ലാം കഴിഞ്ഞ് നമ്മുടെ യു ആണെങ്കിൽ മനസ്സമാധാനം ഇല്ലാണ്ട് നേരെ നമ്മളുടെ പേസങ്ങിൻ്റെ കമ്പനി എവിടെയാണോ അവിടെയായിട്ട് വരും. അവിടെ വരുന്നതും അവൻ ഇവരുടെ ഡീറ്റെയിൽസ് അറിഞ്ഞിട്ട് ഇവരെവിടെയാണോ അവിടെയായിട്ടും വന്ന് നിൽക്കാൻ തുടങ്ങും. നമ്മളുടെ ഷീവ് ആയിരുന്നാലും പേസങ് ആയിരുന്നാലും ഫുഡൊക്കെ കഴിച്ചിട്ട് പുറത്തോട്ട് വരുമ്പോൾ അവിടെയായിട്ട് നമ്മുടെ യു നിൽക്കുവാണ്. അവനാണെങ്കിൽ അവിടെ ഒരു എക്സ്ക്യൂസ് പറയുന്നത് തന്നെ, എനിക്ക് എമർജൻസി ആയിട്ട് കുറച്ച് ഫയൽസ് വേണമായിരുന്നു, അതെല്ലാം ഷിയുവിൻ്റെ കയ്യിലായിരിക്കുന്നത്, അതുകൊണ്ടാണ് ഞാനത് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് വന്നത് എന്ന്. ഇവിടെയായിട്ട് നമ്മളുടെ ഷിയുവിന് നല്ലതുപോലെ അറിയാം അങ്ങനെ ഒരു ഫയൽ അവളുടെ കയ്യിലില്ല എന്ന്. ഇവിടെയായിട്ട് നമ്മളുടെ പേസങ് ആയിരുന്നാലും പറയും, ഇത്രയും നേരം ഞാനല്ലേ നിന്നെ ഡ്രോപ്പ് ചെയ്യാന്ന് പറഞ്ഞത്, ഇനിയും ഞാൻ തന്നെ ചെയ്തേക്കാന്ന് പറഞ്ഞിട്ട് അവളെ വിളിച്ചുകൊണ്ട് പോകാൻ വേണ്ടിയിട്ട് ഒരുങ്ങും. നമ്മളുടെ ഷിയു ആയിരുന്നാലും പോകാനായിട്ട് ഒരുങ്ങുന്നതാ. എന്നാൽ പെട്ടെന്ന് തന്നെ നമ്മുടെ യു ആയിരുന്നാലും ഷിയുവിനെ ഇൻവൈറ്റ് ചെയ്യും. ഇത് കാണുന്നേ ഷിയു നല്ല കൺഫ്യൂസ്ഡ് ആയിട്ടുണ്ടായിരുന്നു. അവസാനം നമ്മുടെ ഷിയു ആണെങ്കിൽ യുവിൻ്റെ കൂടെ തന്നെ പോകാൻ വേണ്ടി തീരുമാനിക്കും. എത്രയൊക്കെ പറഞ്ഞാലും അവളുടെ കമ്പനിയുടെ ബോസ് അവനല്ലേ. അങ്ങനെ അവർ പോകുന്ന വഴിയിൽ വെച്ചിട്ട് പെട്ടെന്ന് തന്നെ നമ്മളുടെ ഷിയുവിനെ ആണെങ്കിൽ നമ്മുടെ യുവിൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ഇല്ലേ ഗോങ്, അവൻ വിളിച്ചിട്ട് പറയും, നിൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിന് എന്തോ പറ്റിയിട്ടുണ്ട്, അവളിപ്പോൾ അധികം അങ്ങനെ സംസാരിക്കുന്ന ഒന്നുമില്ല, അവൾക്ക് എന്തോ പ്രശ്നമുണ്ട് എന്ന്. നമ്മളുടെ ഈ ഷിയു ആയിരുന്നാലും അവളുടെ കമ്പനിയുടെ പാർട്ടായിട്ട് നല്ല ബിസി ആയിരുന്നില്ലേ, അതുകൊണ്ട് തന്നെ അവൾക്ക് അവളുടെ ബെസ്റ്റ് ഫ്രണ്ടിനെ ശ്രദ്ധിക്കാനുള്ള സമയമൊന്നും കിട്ടിയില്ല. അങ്ങനെ നമ്മളുടെ ഷിയു ആണെങ്കിൽ വേഗം തന്നെ അവളുടെ ബെസ്റ്റ് ഫ്രണ്ടിനെ കാണാൻ വേണ്ടിയിട്ട് അവളുടെ കോഫി ഷോപ്പിലായിട്ട് വരും. വന്ന് സംസാരിച്ച് നോക്കുമ്പോഴാണ് മനസ്സിലാവുന്നത്, അതായത് അവളുടെ ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ ഹസ്ബൻഡ് അവളെ ചീറ്റ് ചെയ്തു എന്ന്. ഇത് കേൾക്കുന്നേ നമ്മുടെ ഷിയുവിന് ഭയങ്കരമായിട്ട് സങ്കടമാവും. അവളാണെങ്കിൽ ഇവളുടെ ബെസ്റ്റ് ഫ്രണ്ടിനെ നല്ലതുപോലെ ആശ്വസിപ്പിച്ച് ഉറക്കിയൊക്കെ കിടത്തിയിട്ട് താഴോട്ട് വരും. അവിടെയായിട്ട് നമ്മുടെ യു ആയിരുന്നാലും വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ടായിരുന്നു. നമ്മുടെ ഷിയു ആണെങ്കിൽ മൊത്തത്തിൽ തകർന്നിട്ട് നിൽക്കുക. അവളുടെ ബെസ്റ്റ് ഫ്രണ്ട് അല്ലേ, എപ്പോഴും അവളുടെ സന്തോഷത്തിൽ സങ്കടത്തിലൊക്കെ കൂടെ നിൽക്കുന്ന ഏറ്റവും അടുത്ത കൂട്ടുകാരി. അവൾക്ക് ഇങ്ങനെ ഒരു അവസ്ഥ വന്നതിൽ നമ്മളുടെ ഷിയുവിനാണെങ്കിൽ നല്ല വിഷമം ഉണ്ടായിരുന്നു. ഇവിടെയായിട്ട് നമ്മളുടെ ഷിയു ആയിരുന്നാലും യുവിൻ്റെ അടുത്ത് പറയും, എനിക്കിപ്പോൾ ആരെ വിശ്വസിക്കണമെന്ന് കൂടി അറിയത്തില്ല, അവരെന്ത് സ്നേഹിച്ച് കല്യാണം കഴിച്ച ആൾക്കാരാണ്, അത്രയും സ്നേഹിച്ച് കല്യാണം കഴിച്ചിട്ടും അവൻ അവളെ ചീറ്റ് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കത് വിശ്വസിക്കാൻ കൂടി പറ്റുന്നില്ല, എനിക്കിപ്പോൾ റിലേഷൻഷിപ്പ് എന്ന് വെച്ചാലേ പേടിയാണെന്നും പറഞ്ഞ് നമ്മളുടെ ഷിയു ഭയങ്കരമായിട്ടിരുന്ന് വിഷമിക്കാൻ തുടങ്ങും. ഇവിടെ നമ്മളുടെ യു ആയിരുന്നാലും നമ്മുടെ ഷിയുവിൻ്റെ അടുത്ത് നിന്ന് ഇത്രയും ഡിസ്റ്റൻസ് ഇടുന്നതിൻ്റെ മെയിൻ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ ഒരുപാട് ശത്രുക്കളുള്ളതല്ലേ. ഒരു പക്ഷേ അവൻ്റെ ഏറ്റവും വലിയ വീക്ക് പോയിന്റ് ഇവളാണെന്നെങ്ങാനും കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ പിന്നീട് എല്ലാവരും ഇവളെ തന്നെ ടാർഗറ്റ് ചെയ്യും. ആ ഒരു പേടി വെച്ചിട്ടാണ് നമ്മളുടെ യു ആയിരുന്നാലും ഷിയുവിൻ്റെ അടുത്ത് നിന്ന് ഇത്രയും ഡിസ്റ്റൻസ് പാലിക്കുന്നത്. എന്നാൽ അതിനെപ്പറ്റി നമ്മളുടെ ഷിയുവിന് യാതൊരുവിധ ഐഡിയ ഉണ്ടായിരുന്നില്ലല്ലോ. അത് കഴിഞ്ഞ് കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഷിയുവിൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണെങ്കിൽ യുവിനെ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്നതാണ്. അവിടെയായിട്ട് നമ്മുടെ ഷിയുവിൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് പറയും, എനിക്ക് നന്നായിട്ടറിയാം നിങ്ങൾക്ക് രണ്ടുപേർക്കിടയിൽ എന്തോ വലിയൊരു പ്രശ്നം നടക്കുന്നുണ്ട് എന്ന്. ഷിയു യഥാർത്ഥത്തിൽ നല്ല അപ്സെറ്റാണ്, എന്തായിരുന്നാലും അവളെ നീ ഒന്ന് ഹാൻഡിൽ ചെയ്തോണം, നിങ്ങൾക്കിടയിലുള്ള പ്രശ്നം എന്തായിരുന്നാലും പറഞ്ഞു തന്നെ തീർക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളുടെ ഷിയുവിൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് അവിടെ നിന്നങ്ങ് പോവും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് നമ്മളുടെ ഷിയു ആണെങ്കിൽ ഒരു മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓടി വരുന്നതാണ്. ഓടി വരുന്ന വഴിയിൽ വെച്ച് അവൾ തെന്നി വീഴാൻ പോകും. പെട്ടെന്ന് തന്നെ നമ്മളുടെ പേസങ്ങാണ് അവളെ പിടിച്ച് ഹാൻഡിൽ ചെയ്യുന്നത്. ഇവിടെയായിട്ട് നമ്മളുടെ യു ഉണ്ടായിരുന്നു. ഇവനിതൊക്കെ കാണുന്നേ നല്ലതുപോലെ ജലസ് അടിക്കുന്നുണ്ടായിരുന്നു. നമ്മളുടെ ഷിയുവിൻ്റെ അവസ്ഥയെന്ന് ആലോചിക്കണേ, 2 കമ്പനിയുടെ സിഇഒമാരാണ് ഇപ്പോൾ അവളുടെ പുറകെ നടക്കുന്നത്. അങ്ങനെ ഇവരാണെങ്കിൽ ലിഫ്റ്റിലായിട്ട് കയറും. ലിഫ്റ്റിൽ കയറുന്നത് നമ്മളുടെ പേസങ്ങ് ഷിയുവിന് പ്രത്യേകതരം അറ്റൻഷനൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു. അവൻ വേഗം തന്നെ അവിടെ നിൽക്കുന്ന ലിഫ്റ്റിൻ്റെ ബട്ടനൊക്കെ ഇവക്ക് വേണ്ടിയിട്ട് പ്രസ് ചെയ്ത് കൊടുക്കും. ഇതൊക്കെ കാണുന്നേ നമ്മുടെ യുവിനാണെങ്കിൽ ജലസി കൊണ്ട് സഹിക്കാൻ വയ്യ. അവൻ തന്നെ വിചാരിക്കും എന്തിനാണ് ഈ പേസിങ് ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് എന്ന്. അത് കഴിഞ്ഞ് കാണിക്കുന്നത് മീറ്റിംഗ് ഒക്കെ സ്റ്റാർട്ട് ആവുന്നതാണ്. ഇവിടെയായിട്ട് നമ്മളുടെ യുവിനാണെങ്കിൽ ഷിയുവിൻ്റെ കാര്യത്തിൽ നല്ല ശ്രദ്ധയൊക്കെ ഉണ്ട്, എന്നാലും അവൻ അതങ്ങനെ അധികം കാണിക്കുന്നുണ്ടായിരുന്നില്ല. അവൻ അവൾക്ക് വേണ്ടിയിട്ട് ഒരു ടീ ഒക്കെ വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അത് അവൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് അവളുടെ അടുത്തോട്ട് നീക്കി വെക്കാൻ ഒരുങ്ങുന്നതും കറക്റ്റ് സമയത്ത് തന്നെ നമ്മുടെ പേസങ്ങ് വന്നിട്ട് അവളുടെ ടേബിളായിട്ട് ഒരു റിഫ്രഷിങ് ടീ കൊണ്ട് വെക്കും. ഇത് കാണുന്നേ നമ്മളുടെ ഷിയു ആണെങ്കിൽ ആ ടീ എടുത്തിട്ടാണ് കുടിക്കുന്നത്. ഇതൊക്കെ കാണുന്നേ നമ്മളുടെ യുവിന് നല്ലതുപോലെ ജലസ് വരുന്നുണ്ട്. പിന്നീട് കാണിക്കുന്ന നമ്മളുടെ ഷിയുവിൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിനെ, അവൾക്കാണെങ്കിൽ ഇപ്പോൾ മൊത്തത്തിൽ കിളി പോയി നടക്കുക. അവൾക്കൊരു കാര്യത്തിൽ ശ്രദ്ധയില്ല. അവളുടെ കോഫി ഷോപ്പിലായിരുന്നാലും അബദ്ധങ്ങൾ സംഭവിക്കുന്നു, വെള്ളം കെട്ടി നിൽക്കുന്നു, അങ്ങനെ പല പല കാര്യങ്ങളും നടക്കുന്നുണ്ട്. അവൾ മൊത്തത്തിൽ ആബ്സെൻറ്റ് മൈൻഡായിട്ടാണ് നടക്കുന്നത്. എന്നാൽ എന്തൊക്കെ പ്രശ്നം വന്നാലും
എപ്പോഴും അവളെ ദൈവദൂതനെ പോലെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഒരാൾ അവളുടെ ലൈഫിലോട്ട് വരും. അത് വേറെ ആരുമല്ല, നമ്മളുടെ യുവിൻ്റെ ആ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ഇല്ലേ, ഗോങ്, അതായത് നമ്മുടെ മിസ്റ്ററി ഗെയിം നടത്തുന്നയാൾ, അവൻ തന്നെയാണ്. അവൻ എപ്പോഴും ഇവളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവളുടെ അടുത്തോട്ട് വരികയും സംസാരിക്കുകയും എടുക്കുകയൊക്കെ ചെയ്യും. ഇവിടെയായിട്ട് നമ്മളുടെ ഷിയുവിൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയിരുന്നാലും അവിടെ പൊട്ടിക്കിടക്കുന്ന പൈപ്പ് കണ്ടിട്ട് നമ്മുടെ ഗോങ്ങിൻ്റെ അടുത്ത് പറയും, എൻ്റെ ലൈഫ് ഇതേപോലെയാണ്, ചെറുതായിട്ട് ലീക്കായി തുടങ്ങിയതാണ്, പിന്നീട് അവസാനം ഇത് വലിയ രീതിയിൽ പൊട്ടി, ഇനി ഇതൊരിക്കലും നേരെയാക്കാൻ പറ്റത്തില്ല, എൻ്റെ ജീവിതവും ഇതേപോലെ തന്നെയല്ലേ എന്ന് പറഞ്ഞ് അവൾ ഭയങ്കര ഇമോഷണലാവും. അത് കഴിഞ്ഞ് കാണിക്കുന്ന നമ്മളുടെ ഷിയുവും അതേപോലെ തന്നെ യുവും കൂടി ചേർന്നിട്ട് ഒരു സൈറ്റ് വിസിറ്റിന് വേണ്ടിയിട്ട് പോകുന്നതാണ്. ഇവിടെയായിട്ട് നമ്മളുടെ ഷിയുവിൻ്റെ കൈ ആക്സിഡൻ്റലി നമ്മുടെ യുയുടെ കയ്യിലായിട്ട് ചെറുതായിട്ടൊന്ന് തട്ടും. അവൾക്ക് നല്ല ഓക്വേർഡ് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ അവർ സൈറ്റിലെത്തുന്നതും അവിടെയായിട്ട് നമ്മളുടെ ഷിയുവിൻ്റെ കൂടെ എപ്പോഴും വർക്ക് ചെയ്യുന്ന ഒരു കോവർക്കറും ഉണ്ടായിരുന്നു. അവർ രണ്ടുപേരും ഭയങ്കര കമ്പനിയാണ്. ഇവർ രണ്ടുപേരും നല്ല ചിരിച്ച് കളിച്ച് സംസാരിക്കുന്നതൊക്കെ കണ്ടിട്ട് നമ്മളുടെ യുവിന് നല്ലതുപോലെ ജലസ് അടിക്കുന്നുണ്ടായിരുന്നു. അവനാണെങ്കിൽ വിചാരിച്ചത് തന്നെ ഷിയുവിൻ്റെ കൂടെ കുറച്ച് നേരം നല്ലതുപോലെ സ്പെൻഡ് ചെയ്യാമെന്നല്ലേ. അതുകൊണ്ട് തന്നെ അവൻ ഈ കൊളീഗിനെ ആണെങ്കിൽ നല്ല വ്യൂ കിട്ടുന്ന സ്ഥലത്ത് പോയി ഫോട്ടോ എടുക്കുമെന്നും പറഞ്ഞിട്ട് അവനെ ഒരു മലയുടെ മുകളിലോട്ട് പറഞ്ഞു വിടും. എന്നിട്ട് നമ്മളുടെ ഷിയുവിനെയും വിളിച്ചുകൊണ്ട് നല്ല സീനറി ഉള്ള ഒരു സ്ഥലത്തൂടി നടക്കാൻ വേണ്ടിയിട്ട് ഒരുങ്ങും. ഇവിടെ നമ്മളുടെ യു ആഗ്രഹിക്കുന്നത് തന്നെ ഷിയുവിൻ്റെ കൂടെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യണം, അവളുടെ കൂടെ കുറച്ച് നടക്കണം എന്നൊക്കെയാണ്. ഇവിടെയായിട്ട് നമ്മളുടെ ഷിയു ആണെങ്കിൽ ഇപ്പോൾ പഴയ പോലെയൊന്നുമല്ല, അവൻ അത്ര മൈൻഡൊന്നും കൊടുക്കുന്നില്ല, അവൻ്റെ അടുത്ത് അത്ര റൊമാൻറ്റിക് ആയിട്ടൊന്നും സംസാരിക്കുന്നുമില്ല. ഇവിടെയായിട്ട് ഷിയു പറയും, എനിക്കിപ്പോൾ ആൾക്കാരെ വിശ്വസിക്കാനേ ഭയങ്കര ബുദ്ധിമുട്ടാണ്, ആൾക്കാരെയൊക്കെ യഥാർത്ഥ സ്വഭാവം മനസ്സിലാവാൻ വേണ്ടിയിട്ട് അവരുടെ കൂടെ എത്ര കാലം സ്പെൻഡ് ചെയ്താലാണ് നമ്മളെ കൊണ്ട് സാധിക്കുന്നതെന്നും പറഞ്ഞിട്ട് അവൾ അവിടുന്ന് നടന്നങ്ങ് പോവും. അതിനുശേഷം കാണിക്കുന്നത് നമ്മളുടെ ഷിയുവിൻ്റെ ആ ബെസ്റ്റ് ഫ്രണ്ട് ആണെങ്കിൽ അവളുടെ ആ ഹസ്ബൻഡിനെ കാണാൻ വേണ്ടിയിട്ട് ഒരു സ്ഥലത്ത് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നതാണ്. അവളങ്ങനെ അവളുടെ ഹസ്ബൻഡിനെ കാണുന്നതും അവൻ്റെ അടുത്ത് എല്ലാ കാര്യങ്ങളും പറയും. അവൾക്കിപ്പോൾ റിലേഷൻഷിപ്പിൽ ഒരുപാട് ഇഷ്യൂസ് ഫീൽ ചെയ്യുന്നതുകൊണ്ട് ഇനി ഈ റിലേഷൻഷിപ്പ് മുമ്പോട്ട് കൊണ്ടുപോകുന്നതിൽ യാതൊരുവിധ അർത്ഥവും ഇല്ല എന്ന്. എന്നാൽ ഇവിടെയായിട്ട് അവളുടെ ഹസ്ബൻഡ് ആണെങ്കിൽ എല്ലാം ജസ്റ്റിഫൈ ചെയ്ത് സംസാരിക്കാൻ തുടങ്ങും. അവൻ പറയും അത് അവൻ്റെ ഒരു ക്ലയൻറ്റ് മാത്രമാണ്, പ്രൊഫഷണൽ ഹെൽപ്പ് മാത്രമാണ് അവൻ അവളുടെ അടുത്തുനിന്ന് ആഗ്രഹിച്ചുകൊണ്ടിരുന്നത്, അല്ലാണ്ട് വേറെ ഒന്നും ഇല്ല എന്നും പറഞ്ഞിട്ട്. എന്നാൽ ഇതൊക്കെ കേൾക്കുന്നേ നമ്മളുടെ ഷിയുവിൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് നല്ല വിഷമം വന്നിട്ടുണ്ടായിരുന്നു. അവൾ പെട്ടെന്ന് തന്നെ കയ്യിലിരുന്ന് ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് ഇവൻ്റെ മുഖത്തായിട്ട് ഒഴിച്ചിട്ട് പറയും, ഈ നമ്മളുടെ ഇടയിലുള്ള ബന്ധമെല്ലാം അവസാനിച്ചു എന്നും പറഞ്ഞിട്ട് അവിടെ നിന്ന് നടന്നങ്ങ് പോവും. പിന്നീട് കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൾ നേരെ നമ്മളുടെ ഷിയുവിനെ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്നതാണ്. അവളവിടെ വന്നിട്ട് പറയും, ഞാൻ എല്ലാം അവസാനിപ്പിച്ചു, എൻ്റെ മനസ്സിലുള്ള കാര്യങ്ങളെല്ലാം ഞാൻ തുറന്നു പറഞ്ഞു എന്ന്. ഇവിടെയായിട്ട് നമ്മളുടെ ഷിയു ആയിരുന്നാലും അവളുടെ കൂട്ടുകാരെടുത്ത് പറയും, എൻ്റെ വീട് എപ്പോഴും നിനക്ക് വേണ്ടിയിട്ട് ഓപ്പൺ ആയിരിക്കും, ഞാൻ എൻ്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് കീ തരാം, നിനക്ക് എപ്പോൾ തോന്നോ നീ അപ്പോഴെല്ലാം ഇവിടെ വന്നോ, യാതൊരു പ്രശ്നവും ഇല്ല എന്ന്. അങ്ങനെ രണ്ടുപേരും കെട്ടിപ്പിടിക്കും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ പേസിങ്ങിനെയാണ്. യഥാർത്ഥത്തിൽ നമ്മളുടെ യു ആണെങ്കിൽ ഇപ്പോൾ പേസിങ്ങിൻ്റെ കമ്പനിയായിട്ട് കൊളാബറേഷൻ ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ. അതുകൊണ്ട് തന്നെ ഇവർക്കിടയിലുള്ള ഫിനാൻഷ്യലായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യണം. ഇവിടെയായിട്ട് നമ്മുടെ പേസങ് ആണെങ്കിൽ ഫിനാൻഷ്യലി കുറച്ച് അഴിമതിയൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അതെല്ലാം നമ്മളുടെ യുവിന് മനസ്സിലാവുകയും ചെയ്യും. അതേപോലെ തന്നെ ഇതെല്ലാം നമ്മുടെ പേസങ്ങിൻ്റെ അച്ഛനും അറിയും. അയാൾക്കാണെങ്കിൽ ഇപ്പോൾ നല്ല ദേഷ്യം വന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ പേസങ് ആയിരുന്നാലും ഇവൻ്റെ അച്ഛനെ കാണാൻ വേണ്ടിയിട്ട് വരുന്ന അയാൾ നമ്മളുടെ പേസങ്ങിൻ്റെ അടുത്ത് നല്ല റൂഡായിട്ട് സംസാരിക്കും. എന്നിട്ട് അയാളുടെ കയ്യിലിരുന്ന ഒരു കപ്പെടുത്ത് ഇവൻ്റെ മുഖത്തായിട്ട് എറിഞ്ഞു കൊടുക്കും. അവിടെയായിട്ട് നമ്മുടെ പേസങ്ങിൻ്റെ നെറ്റിയിൽ നല്ലൊരു പരിക്കും പറ്റിയിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് തന്നെയാണ് അവിടെയായിട്ട് നമ്മളുടെ ഷിയു വരുന്നത്. ഇവളിത് കറക്റ്റായിട്ട് കാണും. അവൾക്ക് മനസ്സിലാവും അവൻ്റെ നെറ്റിക്ക് നല്ലൊരു പരിക്ക് പറ്റിയിട്ടുണ്ട് എന്ന്. അതുകൊണ്ട് തന്നെ ഷിയുവിന് പാവം തോന്നിയിട്ട് അവൾ വേഗം തന്നെ അവൻ്റെ കയ്യിൽ ഇരുന്ന് ഒരു ബാൻഡേജ് എടുത്തിട്ട് നമ്മളുടെ ഈ പേസങ്ങിൻ്റെ കയ്യിലായിട്ട് കൊടുക്കും, അവൻ്റെ നെറ്റിയിൽ ഒട്ടിക്കാൻ വേണ്ടിയിട്ട്. ഇവിടെയായിട്ട് നമ്മളുടെ ഷിയു ആയിരുന്നാലും പേസിങ്ങിൻ്റെ അടുത്ത് പറയുന്ന ഒരു കാര്യമുണ്ട്. ഒരു മനുഷ്യൻ്റെ കാര്യമായിരുന്നാലും അതേപോലെ ഒരു ബിൽഡിങ്ങിൻ്റെ കാര്യമായിരുന്നാലും ശരി, എന്തായിരുന്നാലും അടിസ്ഥാനം നന്നായി ഇരുന്നാൽ മാത്രമേ എന്തായിരുന്നാലും നന്നായി വരത്തുള്ളൂ. ഇത്രയും പറഞ്ഞിട്ട് അവൾ കയ്യിലിരുന്ന ആ ബാൻഡേജ് എടുത്ത് അവൻ്റെ നെറ്റിയിലായിട്ട് ഒട്ടിച്ചു കൊടുക്കും. പിന്നീട് കാണിക്കുന്ന നമ്മളുടെ ഗോങ്ങിനെയാണ്. ആണെങ്കിൽ ഇപ്പോൾ വന്നിരിക്കുന്നത് നമ്മളുടെ യുവിനെ കാണാൻ വേണ്ടിയിട്ടാണ്. അവൻ്റെ അടുത്ത് വന്നിട്ട് പറയും, ആ ഹോഷിയു ഇല്ലേ, അവൾക്ക് എന്തു പറ്റി, അവൾ എല്ലാ ദിവസവും ഗെയിമിൽ വന്ന് ഗെയിം കളിച്ചിട്ട് എല്ലായിടത്തും പ്രശ്നം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. മെയിനായിട്ട് നമ്മളുടെ ആ ജനറലില്ലേ, അവനെയാണ് അവൾ ടാർഗറ്റ് ചെയ്തിരിക്കുന്നത്. എല്ലാ ദിവസവും ഗെയിമിൽ വന്നിട്ട് അവനെ അവൾ എങ്ങനെയെങ്കിലുമൊക്കെ കൊല്ലാൻ നോക്കും. അവൾക്ക് മാനസികമായിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, അവൾ എന്തെങ്കിലും കാര്യത്തിൽ സ്ട്രഗിൾ ചെയ്യുന്നുണ്ടോ, നിനക്കതിനെപ്പറ്റി വല്ലതും അറിയാവോ? ഇതൊക്കെ കേൾക്കുന്നേ നമ്മളുടെ യു പറയും, എനിക്കൊന്നും അറിയത്തില്ല എന്ന്. അങ്ങനെ അവൻ അതിൻ്റെ ഫുട്ടേജ് എല്ലാം എടുത്ത് ചെക്ക് ചെയ്ത് നോക്കും. ഇവിടെ നമ്മളുടെ യുവിന് കൃത്യമായിട്ട് മനസ്സിലാവും നമ്മളുടെ ഷിയുവിന് ദേഷ്യമുള്ള വേറെ ആരടുത്തും അല്ല, നമ്മുടെ യുവിൻ്റെ അടുത്ത് തന്നെയാണ് എന്ന്. അവൻ ചെയ്യുന്ന ക്യാരക്ടറിനെയാണല്ലോ അവൾ എപ്പോഴും ടാർഗറ്റ് ചെയ്തിരിക്കുന്നത്.
എന്നാൽ അവൾ ഗെയിം കളിക്കാൻ പോകുന്നതെല്ലാം നമ്മളുടെ ജനറലായിട്ടിരിക്കുമ്പോഴല്ല, മറ്റേ സ്റ്റാഫ് ജനറലായിട്ട് വരുന്ന സമയത്ത് മാത്രമാണ്. ഉള്ള സമയത്ത് അവൾ ഗെയിം കളിക്കാൻ പോകാറേ ഇല്ല. അത് കഴിഞ്ഞ് കാണിക്കുന്ന നമ്മളുടെ ആണെങ്കിൽ കാഷ്വലായിട്ട് നമ്മളുടെ ഷിയുവിൻ്റെ അടുത്ത് വന്നിട്ട് സംസാരിക്കുന്നതാണ്. അവനവിടെ ചോദിക്കും, അല്ല ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നീ ഈ ഡ്യൂട്ടി എല്ലാം കഴിഞ്ഞിട്ട് എല്ലാ ദിവസവും എന്തിൻ്റെ പേരിലാണ് ഇങ്ങനെ ഗെയിം കളിക്കാൻ പോകുന്നത്? അതിന് വേണ്ടിയിട്ട് നിൻ്റെ കയ്യിൽ അത്രയ്ക്ക് സമയം ബാക്കിയുണ്ടോ? ഇത് കേൾക്കുന്നേ നമ്മുടെ ഷിയു നല്ലതുപോലെ ഇറിറ്റേറ്റ് ആയിട്ടുണ്ടായിരുന്നു. അവൾ ചോദിക്കും, ഞാൻ ജോലിയിൽ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടോ? ഞാൻ ജോലിക്ക് ലേറ്റായിട്ട് വന്നിട്ടുണ്ടോ? എന്തെങ്കിലും പ്രശ്നം ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടോ? പിന്നെ എന്തിനാണ് എൻ്റെ പേഴ്സണൽ ലൈഫിൽ നിങ്ങൾ കയറി ഇടപെടുന്നത്? എനിക്ക് ഇഷ്ടമുള്ളത് ഞാൻ ചെയ്യും. എനിക്ക് ഗെയിം കളിക്കാൻ തോന്നിയാൽ ഞാൻ ഗെയിം കളിക്കും. എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിക്കും. ഇത് കേൾക്കുന്നേ നമ്മളുടെ അങ്ങ് ചമ്മിപ്പോയിട്ടുണ്ടായിരുന്നു. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ ഷിയുവിൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ ആ കഫേയില്ലേ, അവിടെയായിട്ട് നമ്മളുടെ ആണെങ്കിൽ ആ മിസ്റ്ററി ഗെയിമിലുള്ള ആൾക്കാരെ എല്ലാം ഇൻവൈറ്റ് ചെയ്യുന്നതാണ്. അതായത് അവിടുത്തെ മെയിൻ സ്റ്റാഫുകളെ അവൻ അവിടെ അവർക്ക് വേണ്ടിയിട്ടൊരു ട്രീറ്റൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു. ഇവിടെയായിട്ട് നമ്മളുടെ ഷിയുവും ഉണ്ട്. അതിലിരിക്കുന്ന ഒരു പെൺകുട്ടിയാണെങ്കിൽ പറയും, സത്യം പറഞ്ഞാൽ എനിക്ക് ആദ്യമേ നമ്മളുടെ ഈ ജനറൽ ഇല്ലേ, അവൻ്റെ അടുത്തായിരുന്നു ക്രഷ് ഉണ്ടായിരുന്നത്. എന്നാൽ എനിക്ക് റിയൽ ലൈഫിൽ വേറൊരു ബോയ് ഫ്രണ്ട് ഉണ്ട്, അതുകൊണ്ട് തന്നെയാണ് ഞാനത് വെറുതെ വിട്ടത് എന്ന്. ഇത് കേൾക്കുന്നേ നമ്മളുടെ അങ്ങ് ഭയങ്കര അപ്സെറ്റ് ആയിട്ടുണ്ടായിരുന്നു. അവനവിടെ വിചാരിക്കും, എന്താ ഇവക്ക് ദേഷ്യമൊന്നും വരാത്തത് എന്ന്. അതായത് നമ്മളുടെ ഷിയുവിനെ അവൻ അവളെ ഒന്ന് ജസ്റ്റ് നോക്കുകയും ചെയ്യും. ആ ഗെയിം കളിക്കാൻ വരുന്ന എല്ലാവരുടെയും ഫേവറേറ്റ് ഒരു ക്യാരക്ടർ തന്നെയാണ് നമ്മളുടെ ജനറൽ. അത് അവന് നന്നായിട്ട് അറിയാം, എല്ലാവർക്കും നല്ലതുപോലെ അറിയാം. പിന്നീട് കാണിക്കുന്നതെന്ന് വെച്ചാൽ അടുത്ത ദിവസം നമ്മളുടെ ഷിയു ആണെങ്കിൽ ഗെയിം കളിക്കാൻ വേണ്ടിയിട്ട് വരുന്നതാ. അവളാണെങ്കിൽ നമ്മളുടെ അല്ല ജനറൽ എന്ന് കൺഫേം ആക്കിയതിന് ശേഷമാണ് ഗെയിം കളിക്കാൻ വേണ്ടിയിട്ട് എൻ്റർ ആവുന്നത്. എന്നാൽ നമ്മളുടെ ആണെങ്കിൽ ഭയങ്കര ബുദ്ധിമാനല്ലേ, അവൻ ലാസ്റ്റ് നിമിഷം വരെ നോക്കിയിരുന്നിട്ട് അവസാനമായിട്ട് ആ ഗെയിമിലായിട്ട് എൻ്റർ ആവും. ഇവിടെ നമ്മളുടെ ഷിയു ആണെങ്കിൽ ആരെയാണോ ജനറലായിട്ട് പ്ലാൻ ചെയ്ത് വെച്ചിരുന്നത്, അയാളിപ്പോൾ ഇവിടെ ഒരു പ്ലെയറിനെ പോലെയാണ് ഗെയിം കളിക്കാൻ വേണ്ടിയിട്ട് വന്നിരിക്കുന്നത്. ഷിയു ആണെങ്കിൽ നമ്മളുടെ ഈ ജനറൽ കാണുന്നതും പെട്ടെന്ന് തന്നെ ആ ഗെയിം ക്വിറ്റ് ചെയ്ത് പോകാൻ വേണ്ടിയിട്ട് ഒരുങ്ങും. എന്നാൽ ഇവിടെ നിൽക്കുന്ന സ്റ്റാഫ് ആണെങ്കിൽ നമ്മളുടെ ഷിയുവിൻ്റെ അടുത്ത് പറയും, നിനക്കിനി ക്വിറ്റ് ചെയ്യാൻ പറ്റത്തില്ല, ഇനി ഈ ഗെയിം കളിച്ചാലേ പറ്റത്തുള്ളൂ എന്ന്. അത് കേൾക്കുന്നേ നമ്മളുടെ ഷിയു ആണെങ്കിൽ കളിക്കാൻ വേണ്ടിയിട്ട് തീരുമാനിക്കും. നമ്മളുടെ ആയിരുന്നാലും ഭയങ്കര ബുദ്ധിമാനായതുകൊണ്ടാണല്ലോ ഇങ്ങനെയൊക്കെ ഒപ്പിച്ച് വെച്ചിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് നമ്മളുടെ ഷിയുവിൻ്റെ ടാസ്ക് ആയിരുന്നു. അവളുടെ ടാസ്ക് എന്ന് പറഞ്ഞാൽ നമ്മളുടെ ജനറലില്ലേ, അവൻ്റെ കയ്യിലൊരു മോതിരമുണ്ട്, ആ മോതിരം അടിച്ചു മാറ്റുക എന്നതായിരുന്നു. ഇവിടെയായിട്ട് നമ്മളുടെ ഷിയു എങ്ങനെയെങ്കിലും ആ മോതിരം ഒന്ന് അടിച്ചു മാറ്റും. എന്നാൽ നമ്മളുടെ ആണെങ്കിൽ അത് കൈയോടെ പൊക്കിയിട്ടുണ്ടായിരുന്നു. ഇവിടെയായിട്ട് നമ്മളുടെ ഷിയുവിനായിരുന്നാലും ഗെയിമിൻ്റെ ഒരു ഭാഗമായിട്ട് അവൾക്കാണെങ്കിൽ ഒരു മാരേജ് സർട്ടിഫിക്കറ്റിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നു. അങ്ങനെ അവൾ എല്ലാ തവണയും ജനറലായിട്ട് പ്ലേ ചെയ്യുന്ന ആ ക്യാരക്ടറില്ലേ, അവരുടെ അടുത്ത് പറയും, നീ എൻ്റെ കൂടെ ഒരു നാടകം കളിക്കണം, നമുക്ക് രണ്ടുപേർക്കും ഈ ഗെയിമിൽ കല്യാണം കഴിക്കാമെന്ന്. എന്നാൽ കല്യാണം കഴിക്കുന്നതിൻ്റെ അപ്രൂവലിന് വേണ്ടിയിട്ട് നമ്മളുടെ ജനറലിൻ്റെ ഒരു സൈൻ വേണമായിരുന്നു. അങ്ങനെ നമ്മളുടെ ഷിയുവും ആ ചെറുക്കനോട് ചേർന്നിട്ട് നമ്മുടെ ജനറൽ ഇല്ലേ, അവനെ കാണാൻ വേണ്ടിയിട്ട് വരും. എന്നാൽ നമ്മുടെ ജനറലാണെങ്കിൽ ഷിയു ആണെങ്കിൽ ഗെയിമിലായിരുന്നാൽ കൂടി വേറൊരാളെ കല്യാണം കഴിക്കുന്നത് അക്സെപ്റ്റ് ചെയ്യാനേ പറ്റുന്നുണ്ടായിരുന്നില്ല. അവനാണെങ്കിൽ സൈൻ ചെയ്യുന്നെന്നുള്ള രീതിയിൽ അതിനകത്ത് എഴുതി വെച്ചിരിക്കുന്നത് നീ എന്നെ നേരിട്ട് വന്ന് മീറ്റ് ചെയ്യണം എന്നാണ്. ഇവളാണെങ്കിൽ രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് ചെല്ലുന്ന സമയത്താണ് ഇതിൻ്റെ സത്യാവസ്ഥ മനസ്സിലാവുന്നത്. അങ്ങനെ നമ്മളുടെ ഷിയു ആണെങ്കിൽ ആ പേപ്പറും കൊണ്ട് നമ്മളുടെ യുവിൻ്റെ അടുത്തായിട്ട് വരും. നീ എന്തായി കാണിച്ചു വെച്ചിരിക്കുന്നേ എന്ന് ചോദിച്ചിട്ട്. എന്നാൽ നമ്മളുടെ ആണെങ്കിൽ അതൊന്നും അഡ്മിറ്റ് ചെയ്ത് കൊടുക്കത്തൊന്നുമില്ല. അവൻ്റെ കയ്യിലായിട്ട് ആ റിങ്ങും ഉണ്ടായിരുന്നു. അവൻ പറയും, ഞാൻ എന്തായിരുന്നാലും ഈ റിങ് വേണമെങ്കിൽ നിനക്ക് തരാം, പക്ഷേ നീ എൻ്റെ കൂടെ നടന്നു വന്നാൽ മാത്രമേ ഞാൻ നിനക്ക് ഈ റിങ് തരത്തുള്ളൂ എന്ന്. എന്തായിരുന്നാലും നിൻ്റെ ജീവൻ ആപത്ത് വരാൻ ഞാനൊരിക്കലും സമ്മതിക്കത്തില്ല എന്നും പറഞ്ഞിട്ട് നമ്മുടെ ആണെങ്കിൽ മുമ്പിലായിട്ട് നടക്കും. നമ്മുടെ ഷിയു ആയിരുന്നാലും ഇവൻ്റെ പുറകെ ഉണ്ടായിരുന്നു. എന്നാൽ ഇവളുടെ കാലിലിട്ടിരിക്കുന്ന ചെരുപ്പാണെങ്കിൽ അവൾക്ക് നല്ലതുപോലെ ഹേർട്ട് ആവുന്നുണ്ടായിരുന്നു. കാലിൻ്റെ പുറകുവശമെല്ലാം നല്ലതുപോലെ ചുമന്ന് അവിടുന്ന് ബ്ലഡൊക്കെ വരുന്നുണ്ടായിരുന്നു. നമ്മുടെ ഷിയുവിനായിരുന്നാലും ഇപ്പോൾ ഒരു ചുവട് നടക്കാൻ വയ്യ. അതുകൊണ്ട് തന്നെ അവൾ അവൻ്റെ കൂടെ നടക്കാൻ നിൽക്കത്തില്ല, പെട്ടെന്ന് തന്നെ അവിടുന്ന് മാറി എങ്ങ് പോകും. നമ്മളുടെ ആയിരുന്നാലും ഒരു പെട്ടിക്കടയുടെ അടുത്ത് വന്നിട്ട് തിരിഞ്ഞു നോക്കിയിട്ട് പറയും, നീ എനിക്ക് ഇവിടുന്ന് ഈ ഫുഡ് വാങ്ങിച്ചു തന്നു കഴിഞ്ഞാൽ ഞാൻ ഈ റിങ് നിനക്ക് തിരിച്ചു തരാമെന്ന്. എന്നാൽ അവിടെയായിട്ട് നമ്മളുടെ ഷിയുവിൻ്റെ പൊടി പോലും ഉണ്ടായിരുന്നില്ല. അവൾ വേറെ വഴിക്ക് നടന്നു പോവുമായിരുന്നു. ഇത് കാണുന്നേ നമ്മളുടെ ആയിരുന്നാലും നല്ല അപ്സെറ്റ് ആവും. ഈ എപ്പിസോഡ് ഇവിടെ വെച്ച് അവസാനിക്കുന്നു. ഇഷ്ടപ്പെട്ട ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാൻ മറക്കല്ലേ. വീഡിയോ എങ്ങനെ ഉണ്ടായിരുന്നെന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കുക. ഇറ്റ്സ് സൈനിങ് ഓഫ് MDC.